ഇന്ന് ഈജിപ്തിൽ നിന്നുള്ള ഒരു പുരാണ കഥ പറഞ്ഞു തരാം. നെർഗാലിൻ്റെ കഥ. സ്വർഗദേവനായ എൻലിലിൻ്റെയും നിൻലിലിൻ്റെയും മകനായിരുന്നു നെർഗാൽ. സ്വർഗദേവനായ എൻലിൻ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരുന്നത് ഈ നെർഗാലിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ വിധി നിർണ്ണയിക്കുന്നത് നെർഗാലായിരുന്നു. തൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും താഴെ വെക്കാത്ത ഒരു വില്ലും ഒരിക്കലും ശരങ്ങളൊഴിയാത്ത ഒരു ആവനാഴിയും നെർഗാലിനുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായി തീരുക എന്നതായിരുന്നു നെർഗാലിൻ്റെ ആഗ്രഹം. ഈ നെർഗാലിനൊരു കുഴപ്പമുള്ളത് ഒരു എടുത്തുചാട്ടക്കാരനും മുൻകോപിയുമാണ് എന്നാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ദൂഷ്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു ദേവനായിരുന്നു നെർഗാൽ. യുദ്ധങ്ങളോട് നെർഗാലിനൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു, വലിയ വീരനായതുകൊണ്ട് തന്നെ. പൊതുവെ വേനൽക്കാലത്തിൻ്റെ ദേവനായിട്ടായിരുന്നു നെർഗാലിനെ കരുതിയിരുന്നത്. കാരണം അതുപോലെ സൂര്യൻ്റെ കത്തിത്തിളയ്ക്കുന്ന ചൂട് പോലെ ദേഷ്യക്കാരനായ ഒരു ദേവനായിരുന്നല്ലോ നെർഗാൽ. മാത്രമല്ല വേനൽക്കാലത്ത് ഭൂമിയിൽ അധികം വിളകളൊന്നും ഉണ്ടാകാറുമില്ല. എന്തായാലും ജീവനുള്ളവരുടെ ദേശത്തെ ദേവനായ ഈ നെർഗാൽ പിന്നീട് പാതാള ലോകത്തിൻ്റെ മൃത്യുലോകത്തിൻ്റെ അധിപനായിട്ട് തീർന്നു. അതിന് കാരണം ഐറിഷ്കിഗൽ എന്ന ദേവതയാണ്. ആനു എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ മകളായിരുന്നു ഐറിഷ്കിഗൽ. സ്നേഹത്തിൻ്റെയും ഫലഭൂയിഷ്ടിയുടെയും ഒക്കെ ദേവതയായ ഇഷ്ടാറിൻ്റെ സഹോദരിയായിരുന്നു ഐറിഷ്കിഗൽ. എന്നാൽ തൻ്റെ സഹോദരിയായ ഇഷ്ടാറിൻ്റെ സ്വഭാവത്തിൻ്റെ നേരെ വിപരീതമായിരുന്നു ഐറിഷ്കിഗലിൻ്റെ സ്വഭാവം. ഇഷ്ടാർ സ്നേഹത്തിൻ്റെയും ഫലഭൂയിഷ്ടിയുടെയും കൃഷിയുടെയും വസന്തത്തിൻ്റെയും ഒക്കെ അധിപതിയായി തീർന്നപ്പോൾ ഐറിഷ്കിഗൽ മരണത്തിൻ്റെ അധിപതിയായിട്ടാണ് തീർന്നത്. ആകാശത്തിലും ഭൂമിയിലും സ്വതന്ത്രമായിട്ട് പാറി നടക്കുന്ന ഇഷ്ടാറിൽ നിന്ന് വിഭിന്നമായിട്ട് ഐറിഷ്കിഗൽ എപ്പോഴും നരകത്തിൽ തന്നെ കഴിഞ്ഞു. ഐറിഷ്കിഗലിൻ്റെ അധീനതയിലുള്ള നരകത്തിലേക്ക് കടക്കുന്ന ഒരാളെ പോലും തിരിച്ച് ഭൂമിയിലേക്ക് പോകാൻ ഐറിഷ്കിഗൽ അനുവദിച്ചിരുന്നില്ല. തൻ്റെ സ്വന്തം സഹോദരിയായ ഇഷ്ടാർ പോലും ഒരിക്കൽ അബദ്ധത്തിൽ മൃത്യുലോകത്ത് ചെന്നുപെടുകയും ഐറിഷ്കിഗലിൻ്റെ പീഡനങ്ങൾക്ക് വിധേയയാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ദൈവങ്ങളെല്ലാം കൂടെ ഇടപെട്ടാണ് ഇഷ്ടാറിനെ അവിടെ നിന്ന് മോചിപ്പിച്ചത്. കാരണം ഇഷ്ടാർ ഇല്ലെങ്കിൽ ഭൂമിയിൽ ഫലങ്ങളുണ്ടാവില്ലല്ലോ, കൃഷി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്രയ്ക്ക് കർക്കശക്കാരിയായ ഒരു ദേവതയായിരുന്നു ഈ ഐറിഷ്കിഗൽ. മാത്രമല്ല അവൾ ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തിറങ്ങാറേ ഉണ്ടായിരുന്നില്ല. അവൾ പാതാളത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അങ്ങോട്ട് ആര് കടന്നു ചെന്നാലും, അവളുടെ സാമ്രാജ്യത്തിലേക്ക് ആര് കടന്നു ചെന്നാലും അവരെല്ലാവരും ഐറിഷ്കിഗലിൻ്റെ അടിമകളായിട്ട് തീരും. അവളെ പ്രസന്നയാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ ഐറിഷ്കിഗൽ പാതാള ലോകത്ത് നിന്ന് പുറത്ത് കടക്കാത്തതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. പ്രകാശത്തിന് പോലും പ്രവേശനം അനുവദിക്കാത്ത നരകലോകത്ത് വർഷങ്ങളോളം കാലങ്ങളോളം കഴിഞ്ഞ് ഐറിഷ്കിഗലിന് പ്രകാശത്തോട് പേടിയായിത്തീർന്നു. നമ്മൾ ഫോട്ടോഫോബിയ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരിക്കലും പ്രകാശത്തിലേക്ക് കടക്കാൻ ഐറിഷ്കിഗൽ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കലേ ദേവന്മാരെല്ലാവരും കൂടി ഒരു വിരുന്നിൽ പങ്കെടുത്തു. ഒരു ദേവത എന്ന നിലയിൽ ഐറിഷ്കിഗലിനും ക്ഷണമുണ്ടായിരുന്നെങ്കിലും ഈ പേടി കാരണം ഐറിഷ്കിഗൽ പോയില്ല. മാത്രമല്ല അത്തരം ആഘോഷങ്ങളോ സന്തോഷങ്ങളോ ഒന്നും ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല ഐറിഷ്കിഗൽ. വിരുന്നിന് ക്ഷണിച്ചിട്ട് പോയില്ലെങ്കിലും താൻ വരില്ല എന്ന് പറയാനും തനിക്ക് വേണ്ട വിഹിതം വാങ്ങിക്കൊണ്ട് വരാനും വേണ്ടിയിട്ട് നംതാർ എന്നു പേരുള്ള ഒരു ദൂതനെ ഐറിഷ്കിഗൽ ഈ വിരുന്നിനയച്ചിരുന്നു. ഈ ദൂതൻ വിരുന്നിന് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇരിക്കാൻ ചെന്നത് നമ്മുടെ നെർഗാൽ എന്ന ദേവൻ്റെ അടുത്താണ്. മരണലോകത്തു നിന്ന് വന്ന ഈ ദൂതനെ നെർഗാലിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തൻ്റെ അടുത്തിരിക്കാൻ നെർഗാൽ ഈ ദൂതനെ സമ്മതിച്ചില്ല. വിരുന്നെല്ലാം കഴിഞ്ഞ് തൻ്റെ പാതാള ലോകത്തേക്ക് തിരിച്ചെത്തിയ ഈ ദൂതൻ നംതാർ തനിക്ക് പറ്റിയ അപമാനത്തെപ്പറ്റി ഐറിഷ്കിഗലിനോട് പറഞ്ഞു. ഐറിഷ്കിഗലിന് ഇത് വലിയ ദേഷ്യമായി. തൻ്റെ ദൂതനെ അപമാനിച്ച് നെർഗാലിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ ഐറിഷ്കിഗൽ കരുതി. ഐറിഷ്കിഗൽ ഉടൻ തന്നെ ഒരു സന്ദേശം നെർഗാലിന് കൊടുത്തുവിട്ടു. തൻ്റെ ദൂതനെ അപമാനിച്ച നെർഗാൽ ഉടൻ തന്നെ പാതാള ലോകത്തെത്തി തന്നോട് മാപ്പ് പറയണം എന്നായിരുന്നു ആ സന്ദേശം. ഈ പാതാള ലോകത്തേക്ക് അത്ര എളുപ്പമൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് വളരെ പ്രയാസകരമായ ഒരു പാതയാണ്. 7 വലിയ കവാടങ്ങളുമുണ്ട്. ഇതൊക്കെ കടന്ന് ഒരു സാധാരണ ദേവന് തൻ്റെ പാതാള ലോകത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നാണ് ഐറിഷ്കിഗൽ കരുതിയത്. അങ്ങനെ ആരെങ്കിലും എത്തിപ്പെടുകയാണെങ്കിൽ തന്നെ അവർ തൻ്റെ അടിമയായി തീരുകയും ചെയ്യും. എന്തായാലും സന്ദേശം വായിച്ച നെർഗാൽ പാതാള ലോകത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം അതിനു മുമ്പ് പാതാള ലോകം കണ്ടിരുന്നില്ല. എന്തായാലും തൻ്റെ 14 ഭൂതങ്ങളുമായിട്ട് നെർഗാൽ പാതാള ലോകത്തേക്ക് പുറപ്പെട്ടു. വളരെ പ്രയാസകരം എന്ന് കരുതിയ പാതയോ
കടക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ 7 കവാടങ്ങളോ കടക്കാൻ നെർഗാലിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇത് ഐറിഷ് കിഗലിനെ ഒട്ടൊന്നുമല്ല അമ്പരപ്പിച്ചത്. നേരെ പാതാള ലോകത്തേക്ക് കടന്നു ചെന്ന നെർഗാൽ ഐറിഷ് കിഗലിനോട് മാപ്പ് അപേക്ഷിക്കുകയും മാപ്പ് അപേക്ഷിച്ച ശേഷം തിരിച്ചിങ്ങി പോരുകയും ചെയ്തു. ഇത് ഐറിഷ് കിഗലിനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സാധാരണ എല്ലാവരും നരകത്തിലേക്ക് കടക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. അവിടെ എത്തിയാൽ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവരെല്ലാവരും വളരെ പേടിക്കുകയും ചെയ്യും. ഉടൻ തന്നെ ഐറിഷ് കിഗലിൻ്റെ അടിമയാകുകയും ചെയ്യും. എന്നാൽ ഒരു പേടിയുമില്ലാതെ ഈ കവാടങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ കടന്ന് തൻ്റെ മുന്നിൽ വന്ന് വളരെ കുലീനമായിട്ട് മാപ്പ് അപേക്ഷിച്ച് തിരിച്ചു പോയ നെർഗാലിനെ ഐറിഷ് കിഗലിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. നെർഗാലിനെ വിവാഹം കഴിക്കണം എന്ന് ഐറിഷ് കിഗലിന് തോന്നി. എന്നാൽ അവളെ ഒട്ടും ഗൗനിക്കാതെ നെർഗാൽ ഭൂമിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതോടെ ഐറിഷ് കിഗലിന് വലിയ ദേഷ്യമായി. ഐറിഷ് കിഗലിന് ദേഷ്യം വന്നാൽ കഷ്ടപ്പെടുന്നത് ഭൂമിയിലുള്ളവരാണ്. അവൾ വളരെയധികം നിഷ്ഠൂരയായിട്ട് തീർന്നു. രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ഭൂമിയിൽ നടമാടി തുടങ്ങി. ദേവന്മാരുടെ ദേവനായ ആനുവിനോട് ഐറിഷ് കിഗൽ നെർഗാലിനെ തനിക്ക് വിവാഹം കഴിച്ചു തരണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ഭൂമിയിലെ ഐറിഷ് കിഗൽ ദുരന്തം വിതയ്ക്കുമെന്ന് മനസ്സിലാക്കിയ ആനു നെർഗാലിനോട് കാര്യം പറഞ്ഞു. സാധാരണ ഒരാൾ ഇങ്ങനൊരു ആവശ്യം കേൾക്കുകയാണെങ്കിൽ പാതാള ലോകത്തേക്ക് പോകാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ പാതാള ലോകം തനിക്കുള്ളതല്ല എന്ന് കരുതും. പക്ഷേ നെർഗൽ അങ്ങനെയല്ല കരുതിയത്. ഭൂമിയിലെ വേനലിൻ്റെ ദേവനാകുന്നതിനേക്കാൾ ഇഷ്ടം നെർഗാലിന് പാതാള ലോകത്തിൻ്റെ അധിപനായി തീരുന്നതായിരുന്നു. പക്ഷേ താൻ പാതാള ലോകത്തേക്ക് ചെന്നാൽ ഐറിഷ് കിഗൽ തന്നെ അടിമയാക്കും എന്ന് നെർഗലിന് നല്ല അറിവുമുണ്ടായിരുന്നു. എന്തായാലും നെർഗൽ നേരെ പാതാള ലോകത്തേക്ക് തന്നെ പോയി. പാതാള ലോകത്ത് എത്തിയപ്പോൾ തന്നെ കാത്ത് അവിടെ ഇരിക്കുന്ന ഐറിഷ് കിഗലിനെ നെർഗൽ കണ്ടു. ഐറിഷ് കിഗലിന് വളരെ നീണ്ട തലമുടി ഉണ്ടായിരുന്നു. ചെന്ന പാടെ നെർഗൽ ആ തലമുടിയിൽ പിടിച്ച് വലിച്ച് ഐറിഷ് കിഗലിനെ താഴെ അടിച്ചു. ഇത് ഐറിഷ് കിഗൽ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല. എന്നിട്ട് തൻ്റെ വാളെടുത്ത് അവളുടെ കഴുത്ത് വെട്ടാൻ ഓങ്ങി നെർഗാൽ. ഐറിഷ് കിഗൽ കരഞ്ഞ് കാല് പിടിച്ചു തന്നെ കൊല്ലരുത് എന്നപേക്ഷിച്ചു. തന്നെ പാതാള ലോകത്തിൻ്റെ അധിപനാക്കി തീർക്കുകയാണെങ്കിൽ താൻ അവളെ കൊല്ലാതെ വിടാം, എന്നിട്ട് വിവാഹവും കഴിച്ചു കൊള്ളാം എന്ന് നെർഗാൽ പറഞ്ഞു. അങ്ങനെ ഐറിഷ് കിഗൽ പാതാള ലോകത്തിൻ്റെ ആധിപത്യം നെർഗാലിന് കൊടുത്തു. അങ്ങനെയാണ് നെർഗാൽ പാതാള ലോകത്തിൻ്റെ മരണലോകത്തിൻ്റെ ദേവനായിട്ട് തീർന്നത്. പാതാള ലോകത്തിൻ്റെ ആധിപത്യം കിട്ടിയതോടെ നെർഗാൽ ഐറിഷ് കിഗലിനെ വിവാഹം കഴിച്ചു. പക്ഷെ അതിനു മുമ്പ് ഐറിഷ് കിഗലായിരുന്നു പാതാളം ഭരിച്ചിരുന്നത്. നെർഗാലിന് ആ ഭരണം പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നെർഗാൽ പാതാള ലോകത്തിൻ്റെ അധിപനായി തീർന്നെങ്കിലും തൻ്റെ ജോലികളൊന്നും കൃത്യമായിട്ട് നിർവഹിച്ചില്ല. കുടുംബജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയ അദ്ദേഹം മദ്യപാനവും വിരുന്നുകളും ഒക്കെയായിട്ട് പാതാള ലോകത്ത് വലിയ ആഘോഷമായിട്ട് ജീവിച്ചു. പാതാള ലോകത്ത് ഒരുപാട് കിങ്കരന്മാരും സൈന്യമൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ വിരുന്നിനൊപ്പം കൂടി. അങ്ങനെ പാതാള ലോകത്ത് വലിയ സന്തോഷമായി തീർന്നു. ആർക്കും ഒരു ജോലിയുമില്ല, എന്നും വിരുന്നും ആഘോഷവും തന്നെ. അതോടെ ഒരു കാര്യം സംഭവിച്ചു. ഭൂമിയിൽ മരണമില്ലാതായി, രോഗങ്ങളില്ലാതായി, പ്രകൃതി ദുരന്തങ്ങളില്ലാതായി. മനുഷ്യരോ മൃഗങ്ങളോ പക്ഷികളോ ഒന്നും മരിക്കുന്നില്ല. കാലമില്ലാത്ത ഒരു കാലം. മരണമില്ലാതായതോടെ മനുഷ്യരും മൃഗങ്ങളും നിയന്ത്രണമില്ലാതെ പെരുകി ഭൂമി എങ്ങും നിറഞ്ഞു. പ്രകൃതിയിൽ വിഭവങ്ങൾ തികയാതായി. കൃഷി എത്ര ചെയ്താലും വിഭവങ്ങൾ തികയുന്നില്ല. മനുഷ്യർക്ക് താമസിക്കാൻ സ്ഥലമില്ല. എല്ലാവരും പരസ്പരം ഭക്ഷണത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും പോരടിച്ചു തുടങ്ങി. പക്ഷെ അങ്ങനെ പോരടിക്കുമ്പോഴും മുറിവേൽക്കുമ്പോഴും മരണം സംഭവിക്കുന്നില്ല. മരണത്തിൻ്റെ ദേവനായി തീർന്നതോടെ നെർഗാലിനെ എല്ലാവരും എറ എന്ന് വിളിച്ചു തുടങ്ങി. ഈ എറ ആഘോഷങ്ങളിൽ മുഴുകി തൻ്റെ കർത്തവ്യങ്ങൾ മറന്നുപോയതോടെ മരണദേവതകൾക്ക് ഒരു ജോലിയുമില്ലാതായി. അവരുടെ വാളുകൾ തുരുമ്പെടുത്തു തുടങ്ങി. അവർ അലസരായി തീർന്നു. എന്നാൽ ആ അലസതയിൽ അവർക്ക് വിഷമവും ഉണ്ടായിരുന്നു. വെറുതെ ഇരുന്ന് അവരെല്ലാവരും മടുത്തു. ആയുധമെടുത്ത് ഭൂമിയിലേക്ക് പോകാനും ആൾക്കാരെ കൊന്ന് അവരുടെ ആത്മാക്കളെ പാതാളത്തിലേക്ക് കൊണ്ടുവരാനും എല്ലാവരും കൊതിച്ചു. അവരെല്ലാവരും കൂടി എറായെ, അതായത് നമ്മുടെ പഴയ നെർഗാലിനെ ചെന്ന് കണ്ടു. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ല, ഭൂമിയിൽ മരണമില്ല. ഭൂമിയിൽ മരണമില്ലാതായത് കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഭൂമിയുടെ ഭാരം കൂടി വരുന്നുണ്ട്. ഇത് അധികകാലം ഇങ്ങനെ പോവില്ല. എറായ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. ഇനി ഈ ഭൂമി പഴയ സന്തുലിത അവസ്ഥയിലാക്കണമെങ്കിൽ കുറേ ആൾക്കാർ മരിക്കണം.
അതിന് വലിയൊരു ദുരന്തം സംഭവിച്ചേ മതിയാവൂ എന്ന് എറായ്ക്ക് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ കൂട്ടക്കൊല നടത്താൻ ഒരു തടസ്സമുണ്ട്. ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു ദേവനുണ്ട്, മാർദൂക്ക്. മാർദൂക്ക് തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അങ്ങോട്ട് പോയി ഭൂമി ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ നിലയിലുള്ള മരണമൊക്കെ സംഭവിപ്പിക്കാം, പക്ഷേ അങ്ങനെ മരിപ്പിച്ചതുകൊണ്ട് ഈ ഭൂമിയുടെ ഭാരം കുറയില്ല. ഭൂമിയുടെ ഭാരം അത്രയ്ക്ക് കൂടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് എപ്പോഴൊക്കെ മർദൂക്ക് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രകൃതി ദുരന്തങ്ങളോ പ്രളയങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മർദൂക്കിനെ ഈ സിംഹാസനത്തിൽ നിന്ന് ഒന്ന് എഴുന്നേൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ എറ അങ്ങോട്ട് ചെന്നു. അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. പക്ഷേ എന്തൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടും മർദൂക്ക് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറായില്ല. എറ പക്ഷേ നല്ല വാക്ചാതുര്യമുള്ള ഒരാളായിരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ എറായ്ക്ക് പറ്റും. എറ കുറേ നേരം നിർബന്ധിച്ച് അവസാനം മർദൂക്കിനോട് പറഞ്ഞു, മർദൂക്കിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ഭൂമിയിൽ. ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മങ്ങലേറ്റു. അവിടെ പഴയതുപോലെ ആൾക്കാരുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നില്ല. അങ്ങനെ ആൾക്കാരുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മർദൂക്ക് ആ ക്ഷേത്രത്തിലൊന്ന് ചെല്ലണം. അവിടുത്തെ വിഗ്രഹത്തിൻ്റെ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കണം. അതിനുശേഷം തിരിച്ചു വരുന്നത് വരെ മർദൂക്കിൻ്റെ സിംഹാസനത്തിൽ എറ ഇരുന്നു കൊള്ളാം, ഭൂമിയെ സംരക്ഷിച്ചു കൊള്ളാം, ഭൂമിക്ക് ഒരു കുഴപ്പവും വരുത്താൻ എറ സമ്മതിക്കുകയില്ല. ഈ വാക്ക് വിശ്വസിച്ച മർദൂക്ക് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്ക് പോയി. ഈ സമയത്ത് എറ മർദൂക്കിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു. അതോടെ ഭൂമിയിൽ മരണം നടമാടാൻ തുടങ്ങി. മനുഷ്യരും മൃഗങ്ങളും തുരുതുരാ മരിച്ചു വീണു. തിക്കും തിരക്കും നിറഞ്ഞ് കഷ്ടത നടമാടിയിരുന്ന ഭൂമി പതുക്കെ പതുക്കെ ആളൊഴിയാൻ തുടങ്ങി. വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികൾ ജനങ്ങൾക്കിടയിൽ പകർന്നു. കൊടും യുദ്ധങ്ങളുണ്ടായി. പ്രകൃതി വല്ലാതെ ക്ഷോഭിച്ചു. ചില സ്ഥലങ്ങളിൽ പ്രളയമാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ കടുത്ത വേനൽ. ഒരു കാലത്ത് ജനസാന്ദ്രമായിരുന്ന ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർത്തുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ ആളൊഴിഞ്ഞു തുടങ്ങി, വിജനമായി തുടങ്ങി. ക്ഷേത്രത്തിൽ തൻ്റെ ഭക്തരോടൊപ്പമായിരുന്ന മർദൂക്കിന് അപകടം മനസ്സിലായി. എറ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി അദ്ദേഹം പെട്ടെന്ന് തൻ്റെ സിംഹാസനത്തിലേക്ക് തിരിച്ചു വന്നു. മർദൂക്ക് വരുന്നത് കണ്ടതോടെ എറ തൻ്റെ ജോലി അവസാനിപ്പിച്ച് പാതാളത്തിലേക്ക് മടങ്ങി. ഭൂമിയിൽ വീണ്ടും ശാന്തിയും സമാധാനവും ഉണ്ടായി. പക്ഷെ അതോടെ ജനസംഖ്യ നിയന്ത്രിതമായി. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളിയും പോരാട്ടങ്ങളും അവസാനിച്ചു. സ്വർഗത്തിലുള്ളവരും മനുഷ്യരും ഒരുപോലെ ആശ്വാസം കൊണ്ടു. എറായും ഐറഷ്കീഗലും വളരെ സ്വസ്ഥരായിട്ട് തങ്ങളുടെ പാതാളത്തിലുള്ള ഭരണം ഏറ്റെടുത്തു. പിന്നൊരിക്കലും എറായ്ക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിയില്ല. തൻ്റെ കർത്തവ്യങ്ങളിൽ നിന്ന് എറ പിന്നോട്ട് പോയില്ല. കാലാകാലങ്ങളിൽ സമയമെത്തിയവരുടെ ജീവൻ എടുത്തുകൊണ്ട് എറ ഭൂമിയിലെ സുസ്ഥിതി പരിപാലിച്ചു പോന്നു. അപ്പോൾ ഇതാണ് മരണദേവനായ നെർഗാലിൻ്റെ കഥ. എറ എന്ന് പിന്നീട് അറിയപ്പെട്ട നെർഗാലിൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.